ലോകത്ത് ഇത്രയും പെണ്ണുങ്ങൾ ഉണ്ടായിട്ടും നിനക്ക് ആ അനന്യയെ മാത്രമേ കല്യാണം കഴിക്കാൻ കിട്ടിയുള്ളൂ? സത്യം പറ, നീ അവളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞത് ഉള്ളതാണോ? പൊന്നു മോളെ അലീനെ, നീ എന്നെ എത്രാമത്തെ തവണ അടിയി കാണുന്നത്? കുട്ടിക്കാലത്ത് കണ്ടതിന് ശേഷം പിന്നെ ലേലം നടന്ന ആ ദിവസമല്ലേ നിന്നെ ഞാൻ കാണുന്നത്. ശരിയാണ്, ദീർഘനാളത്തെ പരിചയമൊന്നുമില്ല. എന്തിനാ ആശാനെ, നിന്നെയും ഗുരുവായൂരപ്പനെയൊക്കെ ഒറ്റത്തവണ കണ്ടാ പോരെ? ഹൃദയത്തിനുള്ളിലേക്ക് കാർവ് ചെയ്ത് കയറുകയല്ലേ ആ തിരുമുഖം. മോളെ വേണ്ട, കൂടുതൽ ഇളക്കണ്ട. എടാ, ഇനി എന്തിനാ അവളെ കല്യാണം കഴിച്ചതെന്ന് മാത്രം പറഞ്ഞില്ലല്ലോ. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരാത്രിക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലും മടക്കി ചുമ്മാ തുടിക്കാനും, തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനിടയിൽ സ്നേഹിക്കാനും, എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും, ഒടുവിൽ ഒരു നാൾ വഴിയായി തെക്കേ പറമ്പിലെ പുളിയന്മാവിന്റെ അടിയിൽ വിറകിൽ എരിഞ്ഞു തീരുമ്പോ നെഞ്ചു തല്ലിക്കരയാനും എനിക്കൊരു പെണ്ണിനെ വേണമായിരുന്നു. അത് കേട്ട് അലീന പൊട്ടി ചിരിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് അവൾ ചിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അഭിനവ് എന്തൊക്കെ പറഞ്ഞിട്ടും അലീന ചിരി നിർത്താൻ തയ്യാറായില്ല. എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്? നിന്റെ ഫാന്റസി ഒക്കെ കൊള്ളാം. പക്ഷെ ഞാൻ അറിഞ്ഞത് ആ അനന്യയുടെ വീട്ടിൽ നീയാണ് ചവിട്ടും കൊണ്ട് കിടക്കുന്നതെന്നാണല്ലോ. അലീനയ്ക്ക് തന്നെ കുറിച്ചൊന്നും മനസ്സിലാക്കാനുള്ള സമയം കിട്ടിക്കാണില്ല എന്ന പ്രതീക്ഷയിലാണ് അഭിനവ് തള്ളിമറിച്ചത്. പക്ഷേ തന്റെ സ്വപ്നക്കോട്ട നിമിഷ നേരം കൊണ്ട് അവൾ തകർത്തെറിയുമെന്ന് അവൻ തീരെ പ്രതീക്ഷിച്ചില്ല. അലീന പറഞ്ഞത് സത്യമാണ്. അനന്യയുടെയും വീട്ടുകാരുടെയും മുന്നിൽ മാത്രമല്ല, നാട്ടിലും ചവിട്ടുകൊണ്ട് കിടക്കുന്ന അവസ്ഥയിലാണ് അഭിനവ്. എന്താണ്, നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? നിനക്ക് കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നം ഏതെങ്കിലും ഒരു ആൺകുട്ടി വിളിച്ചാൽ ഉടനെ ഇറങ്ങി പോകാൻ നിൽക്കണ്ട. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്താ? എന്റെ പരിചയത്തിൽ ഒരു അങ്കിളുണ്ട്, കെട്ടിയിട്ടില്ല. ആള് നല്ല ഹാൻഡ്സാ, നല്ല കാശുണ്ട്. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. തോന്നി. അഭിനവിന്റെ തമാശ കേട്ട് അലീനയ്ക്ക് ചിരിയല്ല വന്നത്, ദേഷ്യമാണ്. അലീനയെ കളിയാക്കി ചിരിക്കുമ്പോഴും അഭിനവ് ഉള്ളിൽ കരയുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു കുരുക്കിലാണ് അവൻ വന്നു പെട്ടിരിക്കുന്നത്. എന്താണ് അഭിനവിന്റെ ജീവിതത്തിൽ ശരിക്കും സംഭവിച്ചത്? എന്താണ് അവനും അലീനയും തമ്മിലുള്ള ബന്ധം? എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ച് കയറി ചെന്ന വീട്ടിൽ അവന് പുല്ലുവില മാത്രം കിട്ടുന്നത്? ഈ ചോദ്യങ്ങളുടെയെല്ലാം ഉത്തരങ്ങൾക്കായി തുടർന്നും കേൾക്കുക. കല്യാണം കഴിച്ച സ്വന്തം ഭാര്യയെ ഒന്ന് തൊടാൻ പോലും അനുവാദമില്ലാത്ത ഭർത്താവ്, അതാണ് അഭിനവ്. അവന്റെ ഒരു ദിവസം എടുത്താൽ രാവിലെ തുടങ്ങുന്ന അപമാനം രാത്രി ഉറങ്ങുന്നത് വരെയും തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനിടയിൽ അഭിമാനത്തോടെ ഒന്ന് ജീവിക്കുക എന്നത് അഭിനവ് ശരിക്കും മറന്നുപോയി എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇതിനിടയിലും ഒരു സംഭവമുണ്ടായി. അന്നായിരുന്നു ആദ്യമായി അഭിനവ് തന്റെ പൗരുഷം അനന്യയുടെ മുന്നിൽ പ്രകടിപ്പിച്ചത്. മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ. താൻ ആരോട് ചോദിച്ചിട്ടാ മുറിയിൽ കയറി വന്നത്? ഡീസൻസി എന്ന് പറയുന്ന ഒരു സാധനം തനിക്കുണ്ടോ? അത് പിന്നെ ഞാൻ ഒരുപാട് തവണ ഡോറിൽ നോക്ക് ചെയ്തു. അനന്യ കേട്ടില്ല. ചെവിയിൽ ഹെഡ്ഫോൺ ഇരുന്നത് കൊണ്ട് കേൾക്കാത്തതായിരിക്കും. അനുവാദമില്ലാതെ അഭിനവ് തന്റെ മുറിയിലേക്ക് കയറി വന്നതിൽ മാത്രമായിരുന്നില്ല അനന്യ പ്രകോപിതയായത്. ചെവിയിൽ ഹെഡ്ഫോണും വെച്ചുകൊണ്ട് അവൾ അകത്ത് തന്റെ കാലുകളിൽ മോയ്സ്ചറൈസിംഗ് ലോഷൻ പുരട്ടുകയായിരുന്നു. ആ കാഴ്ച അവൻ കണ്ടു കാണുമോ എന്നുള്ളതായിരുന്നു അവളെ കൂടുതൽ അസ്വസ്ഥയാക്കിയത്. വേണ്ട, ഒരു ന്യായവും പറയണ്ട. എന്തിനാ താനിപ്പോ മുറിയിലേക്ക് കയറി വന്നതെന്ന് എനിക്കിപ്പോ അറിയണം. ദരിദ്രനായ അഭിനവും പണക്കാരിയായ അനന്യയും യാദൃശ്ചികമായി വിവാഹിതരാകേണ്ടി വന്നവരാണ്. അനന്യ ഇപ്പോഴും അഭിനവിനെ തന്റെ ഭർത്താവായി അംഗീകരിച്ചിട്ടില്ല. അനന്യയോട് അഭിനവിന് പ്രണയമൊന്നും ഇല്ലായിരുന്നെങ്കിലും എന്തോ ഒന്ന് അവരെ തമ്മിൽ പരസ്പരം അടുപ്പിച്ചിരുന്നു. അവൾ നൈറ്റ് ഗൗൺ ധരിച്ചുകൊണ്ട് മുറിയിൽ നിൽക്കുന്ന ആ നിൽപ്പ് കണ്ടപ്പോൾ അഭിനവിന്റെ മനസ്സിലൂടെ എന്തൊക്കെയോ വികാരങ്ങൾ കടന്നുപോയി. സോറി, നിന്നെ ഇങ്ങനെ ഒരു കോലത്തിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മുറിക്കുള്ളിൽ ഇങ്ങനെയാണ് നീ നിൽക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സത്യമായിട്ട് നീ വഴിക്ക് തന്നെ വരില്ലായിരുന്നു. വേണ്ട, ഒന്നും നീ പറയണ്ട. നീ മനഃപൂർവ്വം വന്നതാ. എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന്. അനന്യ തന്റെ നിരപരാധിത്വം മനസ്സിലാക്കുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അഭിനവിന് നല്ല ദേഷ്യം തോന്നി. എന്റെ പൊന്നു കൊച്ച്, ഞാൻ മലയാളത്തിലാ പറഞ്ഞത്. ഞാൻ നിന്റെ സൗന്ദര്യം കാണാനൊന്നും കയറി വന്നതല്ലാന്ന്. നിന്റെ മുത്തച്ഛന്റെ കണ്ണിൽ നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാ. ഞാൻ നിന്റെ മുറിയിലേക്ക് കയറി വരുന്നുണ്ടോ എന്ന് നോക്കി അദ്ദേഹം പുറത്തുണ്ടായിരുന്നു. ഞാൻ ഈ മുറിയിൽ കിടക്കാതെ അടുക്കളയിൽ പോയി കിടന്ന അയാൾ എന്ത് വിചാരിക്കും? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇടിച്ചു കയറി ഈ മുറിയിലേക്ക് നീ വരരുത്. ഇത് എന്റെ പേഴ്സണൽ സ്പേസാ. ഇവിടെ ഞാൻ ഏത് കോലത്ത് വേണമെങ്കിലും നിൽക്കും. അത് നീ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതൊരു ലാസ്റ്റ് വാണിംഗാ. പെട്ടെന്നാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. അത് ഹരിദേവൻ മേനോനായിരുന്നു. അയ്യോ മുത്തശ്ശൻ, കണ്ടോ? എന്നെ നീ കാരണോ? ഇനിയിപ്പോ എല്ലാം എന്റെ തലയിലെടുത്ത് വെച്ചോ. മുത്തച്ഛൻ എല്ലാം കണ്ടുപിടിച്ചാലോ എന്നുള്ള ടെൻഷനായിരുന്നു അനന്യയ്ക്ക്. അവളുടെ വെപ്രാളം മുഴുവൻ കണ്ടപ്പോൾ അഭിനവൻ അവളെ സഹായിക്കണമെന്ന് തോന്നി. അനന്യ, നീ തൽക്കാലം ഒന്ന് അടങ്ങ്. ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് പറ്റും. തൽക്കാലം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മനസ്സിലായില്ല. അഭിനവ് പറഞ്ഞത് എന്താണെന്ന് അനന്യയ്ക്ക് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ആ നീക്കം അവളെ ശരിക്കും ഞെട്ടിച്ചു. അവൻ പെട്ടെന്ന് അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുക്കി. അഭിനവ് അങ്ങനെ ചെയ്യുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നീ ഇതെന്താ ചെയ്യുന്നത്? അതിന് മറുപടി നൽകിയത് അഭിനവിന്റെ ചുണ്ടുകളായിരുന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടിൽ ചുംബിച്ചു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. അഭിനവിനെ പോലൊരുത്തൻ തന്നോട് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം ഒരിക്കലും കാണിക്കില്ലെന്നാണ് അനന്യ കരുതിയിരുന്നത്. പക്ഷേ അവനിൽ ഉറങ്ങിക്കിടന്ന നരസിംഹം ഇങ്ങനെ ചാടി എഴുന്നേൽക്കാൻ ശേഷിയുള്ളതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത് ഏറെ വൈകിയായിരുന്നു. ഈ സമയം വാതിൽ തുറന്നു വന്ന ഹരിദേവൻ മേനോൻ ആ കാഴ്ച കണ്ടതും ആകെ വല്ലാതായി. ഇരുവരോടും ക്ഷമ ചോദിച്ച് അയാൾ അപ്പോൾ തന്നെ മുറിയുടെ പുറത്തേക്ക് പോയി. മുത്തച്ഛൻ പോയതും അനന്യ വാതിലടച്ചു. അവൾ ദേഷ്യത്തോടെ അഭിനവിനെ നോക്കി. അവളുടെ നോട്ടത്തിൽ നിന്ന് തന്നെ അവന് കാര്യങ്ങൾ മനസ്സിലായി. എന്താ മോളൂസ്, നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. എന്ത് പറ്റി? എടാ ദരിദ്രവാസി, നീ എന്താടാ കാണിച്ചത്? ഒരു അവസരം കിട്ടിയപ്പോ നീ അത് കൃത്യമായി മുതലാക്കിയല്ലേ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ കിസ് ചെയ്യാൻ? നിന്നെ ഞാൻ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. പുറത്താക്കിക്കോ, ഞാൻ റെഡി. പക്ഷെ ഒരു കാര്യമുണ്ട്. നിന്റെ അലർച്ച കേട്ട് മുത്തശ്ശൻ വീണ്ടും ഇങ്ങോട്ടേക്ക് കയറി വന്നാ നേരത്തെ കിസ് ചെയ്തതുപോലെ ഞാൻ നിന്നെ വീണ്ടും
കിസ് ചെയ്യും. എനിക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല, അറിയാലോ. അഭിനവ് ആ പറഞ്ഞത് കേട്ടതും അനന്യ ശരിക്കും ഒന്ന് ഭയന്നു. ഇവനെ തീരെ വിശ്വസിക്കാൻ പറ്റില്ല. നാണം എന്ന് പറയുന്ന സാധനം അടുത്തോടെ പോലും അവന് പോയിട്ടില്ല. മുത്തശ്ശൻ വീണ്ടും കയറി വന്ന ആ അവസരവും ഇവൻ പ്രയോജനപ്പെടുത്തും. അതിന് നിന്നു കൊടുക്കാൻ പാടില്ല. അനന്യയെ സംബന്ധിച്ച് മുത്തച്ഛൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു വലിയ അവസരമാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഹോട്ടൽ റൂമിൽ വെച്ച് തന്നെ ഒരു അപരിചിതന്റെ കൂടെ കണ്ടതിന് ശേഷം മുത്തച്ഛൻ ഒരു ബിസിനസ് കാര്യത്തിലും അനന്യയെ സഹകരിപ്പിച്ചിട്ടില്ല. അന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്ന അപരിചിതനാണ് അഭിനവ്. എന്നാൽ തങ്ങൾ രണ്ടുപേരും ആ മുറിയിൽ എങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ച് രണ്ടുപേർക്കും ഇപ്പോഴും ഒരു ബോധവുമില്ല. മുത്തച്ഛനോട് ഒരുപാട് തവണ തങ്ങളുടെ നിരപരാധിത്വം പറഞ്ഞെങ്കിലും അദ്ദേഹം അതൊന്നും അംഗീകരിച്ചില്ല. സമൂഹത്തിന് മുന്നിൽ തന്റെ കുടുംബത്തിന്റെ മാനം നഷ്ടപ്പെടാതിരിക്കാൻ അനന്യയെയും അഭിനവിനെയും കൊണ്ട് അദ്ദേഹം വിവാഹവും കഴിപ്പിച്ചു. ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ ഭാര്യാഭർത്താക്കന്മാരായും മുറിക്കുള്ളിൽ അജ്ഞാതന്മാരായും ജീവിക്കുകയാണ് ഇരുവരും. അഭിനവ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അലീന കയ്യിൽ വൈൻ ഗ്ലാസുമായി അവന്റെ അടുത്തേക്ക് വന്നു. എന്തോ കാര്യമായിട്ട് ആലോചിക്കുകയാണല്ലോ. പെട്ടെന്ന് അവൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. എന്താ നീ ചോദിച്ചത്? ബെസ്റ്റ്. സ്വപ്നലോകത്തെ ബാലഭാസ്കരനായിരുന്നു അല്ലെ? എടാ, നീ മനഃപൂർവ്വം മറന്നുപോയൊരു കാര്യമുണ്ട്. നീ ശരിക്കും ആരാണെന്നുള്ളത്. ലോകത്തിന് മുന്നിൽ നീ ഒരു ദരിദ്രനായിരിക്കും, ഭീരുവായിരിക്കും. പക്ഷേ ഈ നഗരത്തിലെ ഏറ്റവും വലിയ മാഫിയയുടെ ഓണറായ ടൈഗർ ആണ് നീ. ടൈഗർ, അതൊരിക്കലും നീ മറന്നു പോരുത്. അതെ, നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്. ദരിദ്രവാസി എന്ന് പറഞ്ഞ് വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ അപമാനിക്കുന്ന അഭിനവ് സത്യത്തിൽ ഒരു വലിയ മാഫിയയുടെ ബോസാണ്. അവന്റെ അച്ഛൻ സഞ്ജയ് രജപുത്ര കൊല്ലപ്പെട്ടതിന് ശേഷം അനാഥമായി പോയ ആ മാഫിയ അഭിനവിന്റെ കയ്യിലേക്ക് എത്തിയിട്ട് അധികം നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ആരാണെന്ന സത്യവും ഈ സമൂഹം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം എപ്പോൾ വേണമെങ്കിലും വരുമെന്ന് അലീനയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അലീന, ഞാൻ തന്നെയാണ് തൽക്കാലം ഇത് രഹസ്യമായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിരിക്കുന്നത്. സമയമാവുമ്പോ ഇതെല്ലാവരോടും പറയാം. സമയാവട്ടെ എന്ന് പറഞ്ഞ് നീയായിട്ട് ഇങ്ങനെ ഒളിച്ചോടി നടക്കരുത്. നിന്നെ വെറും ഒരു പിച്ചക്കാരനെ പോലെ ഡീൽ ചെയ്യുന്ന ആ അനന്യ ഉണ്ടല്ലോ, അവളുടെ സ്റ്റാറ്റസ് എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? സത്യത്തിൽ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോ ടൈഗർ നീ അവളെ എടുത്ത് തലയിലേക്ക് വെച്ചത്? അലീന കുറച്ച് ക്ഷുഭിതയായിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. അവളുടെ ദേഷ്യം അവന് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ താൻ പോലും ആഗ്രഹിക്കാതെയാണ് അനന്യ തന്റെ ജീവിതത്തിലേക്ക് വന്നത്. ആ വലിയ കഥ പറഞ്ഞു കൊടുത്താൽ അലീനയ്ക്ക് മനസ്സിലാകുമോ എന്ന് പോലും അവൻ അപ്പോൾ അറിയില്ലായിരുന്നു. ഇതിനിടയിൽ വൈൻ ഗ്ലാസ് നിറയ്ക്കാൻ വേണ്ടി തിരിഞ്ഞു നടന്ന അലീനയെ അഭിനവ് ഒന്ന് നോക്കി നിൽക്കുമ്പോൾ തന്നെ സൗന്ദര്യം കൂടുന്ന ഒരു വല്ലാത്ത പ്രകൃതക്കാരിയാണ് അലീന. തന്റെ ശ്രദ്ധ മാറാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അലീന, നീ എന്റെ സുഹൃത്താണ്, എല്ലാം ശരി തന്നെ. പക്ഷെ ഞാൻ ആരെ വിവാഹം കഴിക്കണം വേണ്ട എന്നതൊക്കെ എന്റെ ചോയ്സ് അല്ലേ. ജീവിതത്തിൽ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ അവകാശമില്ലാത്ത ഒരുത്തനാണ് ഞാൻ. അങ്ങനെയുള്ള എന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വന്നത് തന്നെ വലിയ കാര്യം. അങ്ങനെ ഒരുത്തി വന്നതുകൊണ്ട് തകർന്നു പോകുന്നതാണോ എന്റെ സ്റ്റാറ്റസ്? അഭിനവിന്റെ ചോദ്യത്തിലുണ്ടായിരുന്ന പവർ കണ്ടപ്പോൾ അലീനയ്ക്ക് തിരിച്ചൊന്നും പറയാൻ തോന്നിയില്ല. അവൾ സോഫയിൽ പോയിരുന്നു. എന്തോ ആലോചിച്ചതിന് ശേഷം അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അബി, നീ ഇപ്പൊ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടത് എന്തിനാണെന്ന് എനിക്കറിയാം. അനന്യ നീ ആഗ്രഹിച്ചിട്ട് നിന്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടി അല്ലെന്നും എനിക്കറിയാം. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് കേട്ടപ്പോൾ അഭിനവ് ശരിക്കും ഞെട്ടി. തന്നെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും അലീന എങ്ങനെ മനസ്സിലാക്കി എന്നാണ് പറയുന്നതെന്ന് ആലോചിച്ചപ്പോൾ അവനാകെ കൺഫ്യൂഷൻ തോന്നി. തന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ താൻ ഇതുവരെ മറ്റാരോടും തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. എന്നിട്ടും അലീന അത് എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന ചോദ്യം അവന്റെ മനസ്സിൽ ഉരുണ്ടു കയറി വന്നു. നീ എന്ത് മനസ്സിലാക്കിയെന്നാ പറയുന്നത്? അബി, നീ ഒരു കാര്യം മറന്നുപോയി. ഞാനൊന്ന് വിരൽ ഞൊടിച്ച ലോകത്തിലെ ഏത് വിവരവും എന്റെ മുന്നിൽ കിട്ടും. കുട്ടിക്കാലത്ത് മണ്ണപ്പം ചുട്ട് കളിച്ചു നടന്നിരുന്ന നിന്റെ പഴയ നന്ദു മാത്രമല്ല ഞാനിപ്പോ. ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം നോക്കി നടത്തുന്ന അലീന എന്ന മാഫിയ ക്വീൻ കൂടിയാ. എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടില്ലെന്ന് നീ മനസ്സിലാക്കേണ്ടിയിരുന്നു. താൻ വിചാരിച്ചതുപോലെ നിസ്സാരക്കാരി അല്ല അലീന എന്ന് മനസ്സിലായപ്പോൾ അഭിനവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. കൊള്ളാം, ഇംപ്രസീവ്. കയ്യിലെ വൈൻ ഗ്ലാസ് നുകർന്നുകൊണ്ട് അവൻ അവളുടെ അടുത്ത് ചെന്നിരുന്നു. എന്റെ കയ്യിലിരിക്കുന്ന ഈ വൈനേക്കാൾ വീര്യമുണ്ട് നിനക്കെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ മോളെ. അത് കേട്ടപ്പോൾ അലീനയും തിരിച്ചു ചിരിച്ചു. നിനക്കറിയാലോ, കുട്ടിക്കാലത്ത് നീ മാത്രമായിരുന്നു എനിക്കൊരു കൂട്ട്. പെട്ടെന്നൊരു ദിവസം നീ എങ്ങോട്ടാണെന്ന് അറിയാതെ പോയപ്പോ ഞാൻ ആകെ ഒറ്റപ്പെട്ടതുപോലെയായി. നിന്നെ കാണണമെന്ന് പറഞ്ഞ് എത്ര രാത്രിയാണ് ഞാൻ കരഞ്ഞുറങ്ങിയിട്ടുള്ളതെന്ന് അറിയോ? അപ്പോഴൊക്കെ എന്റെ അമ്മ എനിക്ക് നമ്മുടെ മാഫിയ ഗ്രൂപ്പുകളെ കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു. നിന്റെ അച്ഛനെ ആരോ കൊന്നു എന്നതും അതിനുശേഷം നിന്നെ കാണാതായി എന്നൊക്കെ അമ്മ എന്നോട് പറഞ്ഞത്. അന്നൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചു. അമ്മയ്ക്ക് എന്നെ കുറിച്ച് ആലോചിക്കുമ്പോ ഒക്കെ മനസ്സിൽ തീയായിരുന്നു. നാളെ നിനക്ക് സംഭവിച്ചത് എനിക്കും സംഭവിക്കുമോ എന്നുള്ള പേടിയായിരിക്കും കാരണം. അഭിനവ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആശ്വാസത്തിന്റെ ആവശ്യം അവൾക്കില്ലായിരുന്നു. അവൾ ഓക്കെ ആയിരുന്നു. ഈ സമയം അലീന അവന്റെ കൈകളിൽ പതുക്കെ പിടിച്ചു. അവൾ എന്തോ ചോദിക്കാൻ എന്ന പോലെ അവന്റെ അടുത്തേക്ക് നീങ്ങി. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? നീ ചോദിക്ക്. ഡു യു റിയലി ലവ് ഹർ? അനന്യയെ നീ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? അതോ മറ്റു നിവർത്തിയില്ലാതെ നീ അവളെ സഹിക്കുകയാണോ? ഒരു നിമിഷം അഭിനവ് എന്തു മറുപടി പറയണമെന്നറിയാതെ പകച്ചു നിന്നു. അവന്റെ മറുപടി കാത്തു നിൽക്കുകയായിരുന്നു അലീന. എന്ത് മറുപടിയായിരിക്കും അഭിനവ് അലീനയോട് പറയുക? അവൻ അനന്യയെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ? അലീനയും അഭിനവും ഇനി ഒന്നിക്കാൻ സാധ്യതയുണ്ടോ? മാഫിയ കിങ്ങിന്റെ ബോസ് ആണ് താനെന്ന സത്യം അഭിനവ് എപ്പോഴായിരിക്കും അനന്യയോട് തുറന്നു പറയുക? ആവേശവും ആകാംക്ഷയും ജനിപ്പിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കായി പോക്കറ്റ് FM ഓഡിയോ സീരീസായ ദ റിട്ടേൺ ഓഫ് ടൈഗർ ഇപ്പോൾ തന്നെ കേൾക്കാൻ ആരംഭിക്കൂ. ഡൗൺലോഡ് ദ പോക്കറ്റ് FM ആപ്പ് നൗ.